ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു തക്കാളിയുടെ അച്ചാറാണ് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ളതാണ്. അത് ഞാനൊന്ന് തിളപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ട് തിളപ്പിച്ചു. എന്നിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ എടുത്തു. സ്കിന്നിങ്ങനെ കിട്ടും. അതെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ മിക്സിയിൽ വെറുതെ ഒന്ന് അടിച്ചതാണ്. പക്ഷെ പേസ്റ്റൊന്നും ആക്കരുത്. ഇങ്ങനെ കണ്ട അതിൻ്റെ കുറച്ച് തരി തരിയായിട്ട് ഇങ്ങനെ വേണം. അങ്ങനെ അടിച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് പിന്നെ വേണ്ടത് ഞാൻ ഇടുമ്പോൾ പറയാം. കുറച്ച് കടുക് വേണ്ടി വരും. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ എടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് വേണം, 1 സ്പൂൺ. ഉഴുന്ന് പരിപ്പ്. അതൊന്ന് കളറ് മാറുമ്പോൾ നമുക്ക് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഒരു 2 സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതുണ്ട്. ചെറുതായി കട്ട് ചെയ്ത ഇത് വെളുത്തുള്ളിന് 2 സ്പൂൺ. ഇത് ഇഞ്ചി സെയിം അളവ് തന്നെ. പിന്നെ ഒരു 5 പച്ചമുളകുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റുക. ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ഇടുക, ഒരു 1/2 ടീസ്പൂൺ. അത്ര തന്നെ കായം പൊടി ഉണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടി ഇടാം. ഒരു 2 സ്പൂൺ മുളക് പൊടി. പച്ചമുളകിൽ എരിവുണ്ടാവും. പിന്നെ എരിവ് വേണ്ടവർക്ക് ഇടാം കൂടുതൽ. അച്ചാറിലാകുമ്പോൾ ഇത്തിരി എരിവ് കൂടിയാലും കുഴപ്പമില്ലല്ലോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇട്ടൊന്ന് അതിൻ്റെ പച്ചപ്പുത്ത് പോകുമ്പോൾ നമുക്ക് ഈ തക്കാളി അരച്ചെന്നാണ്. പേസ്റ്റൊന്നും ആയിട്ടില്ല, തരി തരിയായിട്ട് അരച്ചത് ഇതിൽ ഒഴിക്കാം. ഈ തക്കാളി അരച്ചതിൽ കൂടെ ഞാൻ കുറച്ച് വാളംപുളിയും കൂടെ അരച്ചിട്ടുണ്ട്. അതായത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ. അപ്പം ഞാൻ തക്കാളി തിളപ്പിക്കുമ്പോൾ അതും കൂടെ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഒന്നിച്ച് അരച്ചെടുത്തതിനത്. ഇത് ചെറിയ തീയിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കുറഞ്ഞ പിന്നീടാൻ നോക്കിയിട്ട് ചെറിയ തീയിൽ വറ്റിച്ചിട്ട് ആ ഒഴിച്ച എണ്ണ അങ്ങനെ മേലെ തെളിയുന്ന വരെ അങ്ങനെ ചെറുതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കുക, ശർക്കരപ്പൊടി. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നോക്കിയിട്ട്. പിന്നെ കുറച്ച് വിനെഗർ ഒഴിക്കേണ്ടി വരും. ഒരു 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. വിനെഗർ. പിന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ പാൻ. അതിൽ കുറച്ച് ഉലുവ, ഒരു നുള്ളു മതി. ഉലുവ പൊട്ടിക്കുക.
പിന്നെ കുറച്ച് മുളക്, ചുവന്ന മുളക് പൊട്ടിച്ചിട്ടതാണ് ഞാൻ, വലിയ മുളക്. പിന്നെ കുറച്ച് കറിവേപ്പില. എണ്ണ അധികം വേണ്ട, കുറച്ച് വെച്ചിട്ടുള്ളത് ഞാൻ. എല്ലാം കൂടെ മൂപ്പിച്ചൊന്നും ഇതിലിടുക. അപ്പോൾ തയ്യാറായി. ഉപ്പ് ആവശ്യത്തിനിട്ട് കൊടുക്കുക. അപ്പം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുന്നത്. തക്കാളി സീസണിലൊക്കെ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.